റാസൽ ഖൈമയിൽ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിൽ നിന്ന് കല്ല് ദേഹത്ത് പതിച്ച മലയാളി യുവാവിന് ദാരുണാന്ത്യം. മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ അഭയം തേടിയ മലപ്പുറം കൊടിങ്ങി സ്വദേശി സൽമാൻ ഫാരിസാണ് മരിച്ചത്. റാസൽ ഖൈമയിലെങ്ങും കനത്ത കാറ്റും മഴയുമാണ് അനുഭവപ്പെടുന്നത്. എസ് രഞ്ജിത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണമാണ് സംഭവിച്ചത്. എപ്പോൾ, എങ്ങനെ? ഇന്ന് രാവിലെയാണ് റാസൽ ഖൈമയിൽ അപകടമുണ്ടായത്. റാസൽ ഖൈമയിൽ ഇന്നലെ മുതൽ അതിശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. ഇത്തരത്തിൽ മഴയുണ്ടായ സാഹചര്യത്തിൽ മഴ നനയാതിരിക്കുന്നതിന് വേണ്ടി ഒരു നിർമ്മാണം നടന്നിരുന്ന ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നു ഈ മരിച്ച സൽമാൻ. ആ മഴ നനയാതിരിക്കാൻ അവിടെ നിന്ന സമയത്ത് ഈ നിർമ്മാണം നടന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു കല്ല് പതിച്ചാണ് സൽമാൻ മരണപ്പെട്ടത്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം സ്വദേശിയാണ് സൽമാൻ, 27 വയസ്സാണ്. ഈ റാസൽ ഖൈമയിലെ തന്നെ ഒരു ഷവർമ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു സൽമാൻ. ഇപ്പോൾ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ റാസൽ ഖൈമയിൽ മാത്രമല്ല, UAE ഉടനീളം ശക്തമായ മഴ തുടരുകയാണ്. ദുബായ്, അബുദാബി, ഷാർജ ഉൾപ്പെടെയുള്ള എല്ലാ എമിറേറ്റുകളിലും മഴയുണ്ട്. മഴ വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ശക്തമാകും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വലിയ തോതിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഹനം ഓടിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ റാസൽ ഖൈമയിൽ നിന്ന് പുറത്തു വന്നത്. റാസൽ ഖൈമയിലാണ് മലയാളിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.